എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ തന്നെ 38 നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പലയിടത്തും തയ്ച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 38 ഇഞ്ച് വണ്ണവും 33 ഇഞ്ച് ഇടവണ്ണവും ഉണ്ട് എങ്കിൽ തന്നെയും കൈ നീളം 12 ഉണ്ട്. അപ്പം കൈ വണ്ണം കുറവെന്നുള്ള കാര്യമാണ് എന്നെ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണേലും ആ ഫോളോവർ നമ്മളോട് സബ്സ്ക്രൈബർ പറഞ്ഞ അളവ് പ്രകാരം നമുക്ക് ഈ അളവ് നമുക്ക് വെട്ടി നോക്കാം. 38 ഇഞ്ച് വണ്ണമുണ്ട്, 33 അതിൻ്റെ ഇടവണ്ണമുണ്ട്, 15 ഇഞ്ച് ഇറക്കം, ബാക്ക് നെക്ക് എന്താണേലും 9 ഇഞ്ച് ഇറക്കം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അളവ് നമുക്കൊന്ന് വെട്ടി നോക്കാം. തുടർന്ന് ഇതിൻ്റെ ഓരോ കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം മുതൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾ ബട്ടൺ അമക്കെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓരോ അളവിനെ പറ്റിയും നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്ന ഓരോ അറിവുകളും ഓരോ ദിവസവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ ഓൾ ബട്ടൺ പ്രത്യേകം നിങ്ങൾ അത് ഓൾ ബട്ടൺ ചെയ്യണം. അമർത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടുന്ന വീഡിയോയുടെ ഓരോ കണക്കും കാര്യങ്ങളും അറിയാൻ പറ്റാതായി പോകും. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ടാണ് ഇത് ചെയ്യുമ്പോൾ ആ ലഭിക്കേണ്ട അറിവുകൾ ഇപ്പം നമ്മളൊരു 10 അറിവ് പറഞ്ഞാൽ അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഒരു അറിവിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ ക്ലാസ്സാണ്. തുടർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 1, 2 എന്ന് ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ സമയം പോലെ കാണുക. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൾ ബട്ടൺ പ്രത്യേകം അമക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം. സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നു. 15 ഇഞ്ച് ഇറക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 ഇഞ്ച് ആദ്യം തന്നെ നമ്മൾ രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. രണ്ടിടത്ത് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൊടുക്കുന്നു. നമുക്ക് കണക്കും പ്രകാരം 6 ഇഞ്ച് ഷോൾഡറാണ് വരുന്നത്. 13 ഇഞ്ച് ഷോൾഡർ 6 മാർക്ക് ചെയ്തു. 6 ഇഞ്ച് കൈക്കുഴിയാണ്. ഈ മാർക്കിൽ നിന്നും 6 മാർക്ക് ചെയ്തു. കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. നമുക്ക് കണക്കും പ്രകാരം 2.25 വരെ ബാക്ക് നെക്ക് കൊടുക്കാം. 9 ഇഞ്ച് ബാക്ക് നെക്കാണ്. അപ്പം ഈ മാർക്കിൽ നിന്നും 9 ഇഞ്ച് 8.25 മാർക്ക് ചെയ്യണം. 8.25 മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും കൈക്കുഴിയുടെ അവിടെ നിന്ന് എത്ര ഇഞ്ച് ബാക്ക് നെക്ക് താന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അത് താന്നിരിക്കുന്നത് 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ചുള്ളപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ 1/2 ഇഞ്ച് കുറച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയാണ് വെട്ടുന്നത്. അപ്പോൾ 38ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എത്ര വരും? 42. ആ 42ൻ്റെ 4/1 നമ്മൾ വണ്ണം ഇടുന്നത്. അപ്പം നമ്മൾ വണ്ണം ഇടുന്നത് 38ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 42ആണ്. ആ 42ൽ നമ്മൾ 1 ഇഞ്ചും കൂടെ കുറയ്ക്കാം. കുറച്ചിട്ട് 41, 3 ഇഞ്ച് നമ്മൾ ഇതിനോട് ചേർത്താൽ മതി. ചേർക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ബാക്ക് നെക്ക് നമ്മൾ വലിഞ്ഞുകൊണ്ട് ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചു. വണ്ണത്തിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ചു. 1 ഇഞ്ച് കുറച്ചിട്ട് ഇപ്പം 38ൻ്റെ കൂടെ +3 കൂടെ ചേർക്കുമ്പോൾ 41. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ 10.25 മാർക്ക് ചെയ്താൽ മതി. 10.25 മാർക്ക് ചെയ്യുന്നു. 8.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. 33ൻ്റെ 4/1. ഇതാണ് നമ്മൾ പ്രത്യേകം കണക്ക് നമുക്ക് നോക്കേണ്ടത്. കണക്കിൽ നിന്നും 4 ഇഞ്ച് കൈക്കുഴിയും കൂടെ നമ്മൾ കുറയ്ക്കണം. കുറച്ചിട്ട് നമ്മുടെ നിയമപ്രകാരം നമ്മൾ ഈ ഒരു ക്രോസ് വരുന്നത് കൊണ്ട് നമുക്ക് കൈക്കുഴിയും എത്ര വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അളവ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഷോൾഡർ കുറയ്ക്കുമ്പം ഇങ്ങനെ വെച്ചിട്ട് 3.25 നിന്നും നമ്മൾ ഈ റൗണ്ട് പോകണം. 1.25 ഇഞ്ച് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കണം, എത്രത്തോളം വരുന്നു എന്ന് നമുക്ക് നോക്കാം. കുഴപ്പമില്ല. 8.5, 8.25 കൃത്യമായ അളവ് തന്നെയാണ്. നല്ലപോലെ തന്നെ യു കൊടുക്കാം കേട്ടോ.
നല്ല ഇതാണ് ഇപ്പോൾ ആ അളവ് പ്രകാരമുള്ള ബാക്ക് പീസിൻ്റെ സ്കെച്ച് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഷേപ്പ് കൊടുത്തോണം ഷോൾഡറിന്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ അതേ അളവിലുള്ള ബാക്ക് പീസ് നമുക്ക് ശരിയാക്കി. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോകാം. ബാക്ക് പീസ് ഇങ്ങനെ തന്നെ ഇടുക. ഇപ്പം ഞാനത് നിങ്ങളെ കട്ടിങ് കാണിക്കുന്ന 60 ഇഞ്ച് വീതിയുടെ തുണിയിലാണ്. നിങ്ങൾ വെട്ടുമ്പം 36 ഇഞ്ച് വീതിയുടെ തുണിയിലാണ് വെട്ടുന്നത്. എങ്ങനെ പോയാലും ഒരു 1.20 ഇല്ല 1.10 മാക്സിമം അതിൻ്റെ ഒരു അളവുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇടുമ്പം ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. മറ്റേ പീസ് നിങ്ങൾ ഇടുമ്പോൾ തുണി ഒരിക്കലും വേസ്റ്റ് ആകാതെ തന്നെ മാർക്ക്. അപ്പോൾ 1 മീറ്റർ 1.10 നമുക്ക് വരികയുള്ളൂ. ഇത്രയും കറക്റ്റ്. പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഈ 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്ലൗസിന് നമ്മൾ 2.25 പിന്നെ ബാക്ക് നെക്കിന് വൈഡ് കൊടുക്കുക. 3 ഇഞ്ച് ഈ 1/4 ഇഞ്ചും തള്ളി 3 ഇഞ്ച് ഫ്രണ്ടിനുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം നോക്കണം. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിനൊക്കെ പറഞ്ഞിരിക്കുന്നത് 6.5 നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് തള്ളിയിട്ട് 6.25 വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ഹെമ്മിങ്ങും കൂടെ ചെയ്യാൻ തുമ്പ് കൊടുത്ത് കഴിയുമ്പോൾ 6.5 ഇഞ്ച് തീർന്ന് കിട്ടും. ഫ്രണ്ടിനൊക്കെ നമുക്ക് നല്ല ഒരു റൗണ്ടിലേക്ക് കൊടുക്കാം. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇതുപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ വരച്ചു പോകണം. ഇനി നമ്മൾ ബെൽറ്റ് പീസ് കൊടുക്കുന്നത് 4.25 ഇഞ്ചാണ്. 4.25 നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം കൊടുക്കും. അതിൻ്റെ അകത്ത് ഒരു മടിയും വിചാരിക്കല്, ഇങ്ങനെ തന്നെ കൊടുക്കുന്നു. എന്നിട്ട് 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 3.25 മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിന് ഇങ്ങനെ ഒരു വരാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ ഓക്കെ ആയി. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രയും വൃത്തിയായി തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് തള്ളി ഇതാ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കും. നല്ല വൈഡ് കൊടുക്കണം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഇടണം. പിന്നെ അതുകൂടാതെ മറന്നുപോകാതെ ഓൾ ബട്ടൺ നിങ്ങൾ കാണുന്നവരെല്ലാം ഓൾ ബട്ടൺ നിർബന്ധമായിട്ടും ചെയ്യണം. എങ്കിലേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. യൂട്യൂബിൻ്റെ പുതിയ രീതി അനുസരിച്ച് നമ്മൾ ഓൾ ബട്ടൺ പ്രത്യേകം ചെയ്യണം. ഇല്ലെങ്കിൽ ഇടുന്ന വീഡിയോയുടെ ഒരറിയിപ്പും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലിഫ് യൂണിഫോംസ് എന്നുള്ള പേരടിച്ച് വേണം പിന്നെ കയറേണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങ് മാറ്റാം. പീസ് മാറ്റിയിട്ട് 1/2 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ടേപ്പ് ഈ 1/2 ഇഞ്ചിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് 10.25 മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് തുമ്പും പോയിട്ട് 10.5 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് ഡാട്ട് തീർന്ന് കിട്ടണം. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഈ 10.5 മാർക്ക് ചെയ്യണം. സ്ട്രേറ്റ് ഇങ്ങനെ ഒരു വര വെച്ചിട്ട് 3/4 ഇഞ്ച് ഇവിടെ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനൊരു മാർക്ക് ബെൽറ്റ് പീസ് ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാമെന്നറിയുമോ? ഇങ്ങനൊരു മാർക്ക് കൊടുക്കും. ആദ്യം തന്നെ നമ്മൾ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കുന്നു. 3/4 ഇഞ്ച് ഡാട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതാ ഇനി ബെൽറ്റ് പീസ് ഓക്കെ ആയാലോ. ബെൽറ്റ് പീസ് നമ്മൾ ക്ലിയർ ചെയ്യണം. നിങ്ങൾ ഇവിടെ തന്നെ ഒരു 1/4 ഇഞ്ച് വര കൊടുത്തു. ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ പോകും. 33-ൽ 4-ൽ 1 8.25 ഇവിടെ കൊടുത്തു. ഇവിടുന്ന് ക്രോസ് ചെയ്തൊരു വര ഇങ്ങനെ 1.25 ഇഞ്ച് ഇവിടുന്നു. ഇപ്പം നോക്കി എങ്ങനെ ഉണ്ടെന്ന്. 1/4 ഇഞ്ച് ഫ്രണ്ടിനൊക്കെ നമുക്കൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ഇവിടുന്ന്. ഇത്രയേ ഉള്ളൂ. ഇതേ കണക്കിൽ നിങ്ങൾ വെട്ടിക്കോ, ഒരു കുഴപ്പമില്ല. നമുക്കൊരു
15 ഇഞ്ച് ലെങ്തൊക്കെ വരുമ്പോൾ നമുക്ക് മിനിമം നമുക്കൊരു 4.25 ഇഞ്ച് ബെൽറ്റ് പീസ് മതി. പ്രത്യേകം നമ്മൾ മാർക്ക് ചെയ്തു 4.1. ഇവിടെ നല്ല ക്രോസ് കൊടുത്തു, ഇവിടെ ഒരു 4 ഇഞ്ച് എടുത്ത് കളഞ്ഞു. അപ്പം നമുക്ക് ബെൽറ്റ് പീസ് ഓക്കെ. എത്രയോ ഈസി ആയിട്ട് ബെൽറ്റ് പീസ് കിട്ടി. ഇനി ഫ്രണ്ടിന് നമ്മൾ കൊടുക്കുന്ന ഡാട്ട് 3.25 ഇഞ്ചാണ്. 1.5 പോയിൻ്റ് ഇതാ ഇവിടെ മാർക്ക് ചെയ്തു, 1.5 പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. 3/4 ഇഞ്ച് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ ലൈൻ വരെ, ഇവിടുന്ന് പോയിൻ്റിൽ തുടങ്ങി 3/4 ഇഞ്ച് ഇങ്ങോട്ട്, അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തോണം. ഓക്കെ. ഇനി നമുക്ക് 3.5 ഇഞ്ച് ഇവിടെ കൊടുക്കാം. ഈ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ സെൻറ്റർ ഡാട്ട് മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് ഫ്രണ്ട് ഇവിടെ എടുത്ത് കളഞ്ഞു. ഈ സൈഡിൽ പ്രത്യേകം ഓർത്തോണം 1/4 ഇഞ്ച് എടുക്കുന്ന കാര്യം. ഞാൻ ഓക്കെ. 1.25 ഇഞ്ച് താത്ത് ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് കൈക്കുഴി എന്നുള്ള ഡാട്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസും നമുക്ക് പെടാൻ നോക്കി. ഇനി ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, ഈ ബാഗ് പീസ് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം, ഈ വെട്ടിയ പ്രകാരം ഡാട്ട് പിടിച്ചാൽ ലെങ്തും അതിനോടൊപ്പമുള്ള വണ്ണവും ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ടു. ഈ ഡാട്ട് ഇതാ ഇങ്ങനെ പിടിച്ചു, മെയിൻ ഡാട്ട്. ഞാൻ പിടിച്ച് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കണം, ഇല്ലേ സൈഡ് ജോയിൻറ്റ് ചെയ്യും പ്രശ്നം വരും. ഒപ്പം വെക്കുക, ബാഗിൻ്റെ ഒപ്പം വെച്ചിട്ട് ഈ സൈഡ് നോക്കണം. എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നൊരു കേസാണ്. ഇതാ ഈ സൈഡ് ഇങ്ങനെ നോക്കണം, എങ്ങനെയുണ്ട് എന്ന് നോക്കണം. കറക്റ്റാണ്. ഇതുവഴി തന്നെ നിങ്ങൾ ഈ അളവ് വെട്ടിയാൽ കൃത്യമായിട്ട് ഇത് ഓക്കെയാണ്. ഒരു ടെൻഷനും അടിക്കാതെ നിസ്സാരമായിട്ട് അങ്ങ് വെട്ടിയാൽ മതി. 12 ഇഞ്ചാണ് കൈ നീളം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി കറക്റ്റ് 12 ഇഞ്ച് കസ്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഹെമ്മിങ്ങിന് കൂടുതൽ ഇട്ടോണം എന്ന് പ്രത്യേകം ഒരു ഓർക്കുക. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു, 12 ഇഞ്ച് കൃത്യം. ഇവിടുന്ന് 1.25 ഇഞ്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ നേരം കൂടുതൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ പീസ് വെറുതെ നമുക്ക് കളയുണ്ടല്ലോ, സാമ്പിൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 11 ഇഞ്ചാണ് ലൂസ് കൊടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് മാർക്ക് ചെയ്തു, 11 എഴുതി വിടാം. 3.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് നമ്മൾ ചുമ്മാ നോക്കണം, 8.5 8.75 ഉണ്ടോ മാർക്ക്. എന്നിട്ട് ഈ ഷേപ്പ് സ്കെയിലിന് ചെറിയ ഷേപ്പിന് ഇതാ ഇങ്ങനെ തന്നെ ഒരു വര കൊടുക്കുക. വര കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കൈ വെട്ടുന്ന ഒരു മാർക്ക് ഇടണം. മാർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാഗ് പീസ് എടുക്കണം. പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, 1.25 ഇഞ്ച് ഇവിടെ കൊടുക്കണം. നമുക്കിതൊരു കട്ട് പീസ് വന്നതുകൊണ്ട് കൈ ഒന്ന് വെട്ടി കാണിക്കുകയാണ്. ഇവിടെ 1.25 ഇഞ്ച് കൊടുത്തേ വെട്ടാവുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്കൊരു ഓർമ്മയിൽ അതുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഷോൾഡറെ 1/2 ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ വെട്ടിയത് കറക്റ്റാണോ. കൃത്യമാണ്. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, കൃത്യമായിട്ട് കൈക്കുഴി ഓക്കെയാണ്. അപ്പോൾ നമുക്ക് കൈ വെട്ടാം. കൈ വെട്ടുമ്പോൾ
1.25 ഇഞ്ച് ഇവിടെ രണ്ടിടത്ത് മാർക്ക് ചെയ്യുന്നു, ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇവിടെയും നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കുന്നു. ആ 1.25 ഇഞ്ച് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കൂട്ടാനായിട്ട് ഇട്ടേക്കണം. ഇതുണ്ട്, സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഇത് ഈ 1.25 ഇഞ്ച് ഇവിടെ കൂടുതലിടുന്ന കാര്യം മറക്കരുത്. ഇനി പലരും ചോദിക്കും എന്നാ അത് കൂടുതലിടാൻ, ഞാൻ ഒപ്പമാണല്ലോ വെട്ടിയെന്ന്. അപ്പം നമ്മൾ കണക്കും പ്രകാരം പറഞ്ഞു കൊടുത്തു, ഏകദേശം മനസ്സിലാകുകയും ചെയ്തു. ഇനി വേറൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വിടുമ്പോൾ എന്താ ചെയ്യുക? 1.25 ഇഞ്ച് ഇതാ ഇവിടെ തള്ളി, 2 ഇഞ്ച് ഇവിടെയും തള്ളി, ഇതിന് രണ്ടിൻ്റെയും നടുക്ക് എത്ര വന്നു? 5.25, 2.25 ഇഞ്ച് അല്ലേ? ഇതാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു, ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് വെട്ടാം. ഇതിന് നമ്മൾ വലിയ ഈ ക്ലാസ് എടുക്കുന്നവർ പറയുന്നില്ലേ, പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ പറയും കൈയുടെ കാര്യത്തിൽ. അത്രയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ഇതേ ഉള്ളൂ കൈയുടെ മെത്തേഡ്. ഏത് കൈയാണ് നിങ്ങൾ അങ്ങനെ തന്നെ വെട്ടിക്കും. അപ്പം നമ്മൾ ഈ അളവ് പറഞ്ഞ ആളുടെ കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം അത് മോശമല്ലേ. ഒരു വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവരാണോ കട നടത്തുന്നതാണോ ഒന്നും നമുക്കറിയില്ല. നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, പലരും ചില സൈസുകൾ പറയാറുണ്ട്. സമയം കിട്ടുന്നത് പോലെ നമ്മൾ അവർ പറയുന്ന സൈസൊക്കെ വെട്ടി കാണിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടേ, നമ്മുടെ വരിക്കാർക്ക് വേണം നമ്മൾ കൂടുതൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ, കാരണം അവരല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പം ഇതേ അളവിലൊക്കെ വെട്ടി നിങ്ങളും തയ്ക്കുക. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. സ്പീഡിൽ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചില കണക്കുകൾക്കൊക്കെ വ്യത്യാസം വന്നാൽ സവിനയം നിങ്ങൾ ക്ഷമിച്ചതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ പെട്ടെന്ന് കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത്. ഒത്തിരി പേര് പല സൈസുകളും ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ സമയം കിട്ടുന്ന പോലെ ഓരോരുത്തരുടെയും സൈസ് ഞാൻ വെട്ടിക്കാണിക്കാം. സമയക്കുറവുകൊണ്ടാണ് ഒരു വീഡിയോയിൽ കൂടുതൽ ഒരു ദിവസം ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ അത് 2 ദിവസം ആകാറുണ്ട്. എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓൾ ബട്ടൻ്റെ കാര്യം പ്രത്യേകം മറക്കരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.